നമസ്കാരം. ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം നടത്തിയത് ക്രൈമാണെന്ന് അഭിമാനത്തോടെ പറയാനുള്ള ഒരു അവസരമാണ് നമുക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. 100-ൽ പരം സീറ്റുകൾ നേടുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ചാനൽ ക്രൈമാണ്. 104 സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. 100+ അത് 104 സീറ്റ് മിനിമം എന്നുള്ളതാണ് പറഞ്ഞെങ്കിലും 2 സീറ്റിൽ ചെറിയ വ്യത്യാസം വരികയുണ്ടായി. ഒന്ന്, നമുക്കറിയാം, മണലൂരിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് അവിടെ പരാജയപ്പെടാൻ കാരണം പ്രതാപൻ. അതേപോലെ അഴീക്കോട് കണ്ണൂർ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ്, ചെറിയൊരു വോട്ടിനാണ് അവിടെ സൂരജ് വിജയിച്ചത്, അവിടെ UDF പരാജയപ്പെട്ടത്. ഈ 2 സ്ഥലങ്ങൾ ഒരു ചെറിയൊരു വോട്ട് എന്നുള്ള രൂപത്തിൽ മാത്രം വന്ന സ്ഥലമല്ലെങ്കിൽ 104 എന്ന് പറയുന്ന മാജിക് നമ്പർ ക്രൈം പറഞ്ഞത് ശരിയാകുമായിരുന്നു. പക്ഷെ മറ്റൊരു വസ്തുത ക്രൈം പറഞ്ഞത് 100% സത്യമായി. അതെന്താണെന്ന് അറിയുമോ? കേരളത്തിലെ 7 ജില്ലകൾ സമ്പൂർണ്ണമായി UDFിനോടൊപ്പം നിൽക്കും. അതിൽ മൊത്തത്തിൽ 65 സീറ്റിൽ 5 സീറ്റ് മാക്സിമം പോകാം. എന്നാൽ 2 സീറ്റുകൾ മാത്രമാണ് പോയിട്ടുള്ളത്. ഏതൊക്കെ ജില്ലകളാണെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുള്ള ജില്ല ആദ്യത്തേത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇത്തവണ 13-ൽ 13 സീറ്റുകൾ നേടാം, 11 സീറ്റ് മിനിമം, 2 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒറ്റ സീറ്റ് മാത്രമാണ് തോറ്റത്, ബേപ്പൂർ. കോഴിക്കോട്ടെ എല്ലാ സീറ്റുകളിലും വൻ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ സീറ്റിലും 10,000-ൽ മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിൽ ജയന്ത് മാത്രമാണ് കുറച്ചൊരു ഭൂരിപക്ഷം താഴേക്ക് പോയത്. ബാക്കി എല്ലാവരും ആവറേജ് 10,000-ൽ മേലെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം ആവറേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ചരിത്രപരമായ വിജയം. രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. ഈ 3 കോഴിക്കോട് ജില്ലകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? കോഴിക്കോട് കഴിഞ്ഞ തവണ 11 സീറ്റ് UDFിന് എതിരായിരുന്നു, LDFിനോടൊപ്പമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഏറ്റവും ഇതിന് നേതൃത്വം കൊടുത്ത ആരാണ്? ജില്ലയുടെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനാണ്. പ്രവീൺ കുമാർ നേരത്തെ പറഞ്ഞിരുന്നു 13 ഔട്ട് ഓഫ് 13 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറയാമെന്ന് ഞാൻ ഇലക്ഷന് തലേ ദിവസത്തെ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, തുല്യ ഫൈറ്റാണ് നടക്കുന്നത്. എന്നാൽ 1 സീറ്റിൽ മാത്രമാണ് അത് പരാജയമുണ്ടായത്. കഴിഞ്ഞ തവണ 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബേപ്പൂരിൽ 7,000 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ റിയാസിന് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കണം. ബാക്കി എല്ലാ സ്ഥലത്തും തന്നെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പേരാമ്പ്ര ആയിക്കോട്ടെ, കുറ്റ്യാടി ആയിക്കോട്ടെ, നാദാപുരം ആയിക്കോട്ടെ, വടകര മാത്രമാണ് KK രമ ജയിച്ചിരുന്നത്. പിന്നെ കൊയിലാണ്ടി ആയിക്കോട്ടെ, അതേപോലെ ബാലുശ്ശേരിയൊക്കെ ഒരു കാലത്തും UDF ജയിച്ച ചരിത്രമുണ്ടായിട്ടില്ല. അങ്ങനെ വന്ന് എലത്തൂർ ഉറപ്പായിട്ടും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും UDF ആയിരുന്നു പിന്നിലായിരുന്നത്, 5,000 വോട്ടിൻ്റെ പിന്നിലായിരുന്നു. കോഴിക്കോട് സൗത്ത് കഴിഞ്ഞ തവണ ഇത്തവണ ഇലക്ഷനിൽ പിന്നിലായിരുന്നു. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നിലായിരുന്നു. ബേപ്പൂർ, ഈ 3 മണ്ഡലങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നിലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ 13-ൽ 11 സീറ്റും കിട്ടിയ സ്ഥലമാണ്. അതാണ് ഏറ്റവും വലിയ അട്ടിമറി നടന്ന സ്ഥലം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്ന സ്ഥലം കോഴിക്കോടാണ്. എൻ്റെ നാടായ കോഴിക്കോട് ഇത്തവണ വേണ്ട പണി പിണറായി വിജയന് കൊടുത്തു. എന്നാലും പിണറായി വിജയൻ്റെ മരുമോൻ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാത്തോളം UDFിൽ തന്നെ ചില ആളുകൾ അനവറിന് പണി കൊടുത്തോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ BJPയിലെ വോട്ട് UDFിലേക്ക് റിയാസിന് മറഞ്ഞോ എന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ 130 മണ്ഡലങ്ങളിൽ LDFിന് അനുകൂലമായി വോട്ട് ചെയ്യാനും 10 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ധാരണ BJPയും CPM തമ്മിലുണ്ടായിരുന്നു. ആ വോട്ട് കൃത്യമായി ബേപ്പൂരിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും വോട്ട് കിട്ടിയിട്ടുണ്ടോ? BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞിട്ടുണ്ടോ ബേപ്പൂർ ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയായിരിക്കും. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അജണ്ട പിണറായിക്ക് മരുമോനും ഞാനും വിജയിക്കണം എന്നുള്ളതാണ്. ആ 2 സ്ഥലങ്ങളിൽ BJP വോട്ടുകൾ മറച്ചിട്ടുണ്ടോ എന്ന് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ അട്ടിമറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി. അത് നേരത്തെ ക്രൈം കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ് സത്യം. 13-ൽ മാക്സിമം പോയാൽ കുറയുന്നത് 11 സീറ്റ് ഇട്ട് 11, 12 അല്ലെങ്കിൽ 12 സീറ്റ് 13 സീറ്റ് കിട്ടുന്നതിൽ 12 സീറ്റ്. അതിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞത് 99% ശരിയായി എന്നുള്ളതാണ് സത്യം. പിന്നെ അടുത്തത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം വയനാടാണ്. വയനാട്ടിൽ
2 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, 1 സീറ്റ് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ DCC പ്രസിഡൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. 3 സീറ്റും UDF ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തത് UDF ജയിക്കും എന്നല്ല പറഞ്ഞത്, 3 സീറ്റ് തോൽക്കും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. 3 സീറ്റും തോൽക്കും എന്ന് പറഞ്ഞാൽ LDF തോൽക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉടനെ എന്നെ വിളിച്ച് അത് മാറ്റണം എന്ന് പറയുകയുണ്ട്. എന്തായാലും 3 സീറ്റും അവിടെ ഞാൻ പറഞ്ഞിരുന്നു UDF വിജയിക്കും, അത് നേടിയിരിക്കുന്നു. പിന്നെ അടുത്തത് മലപ്പുറമാണ്. മലപ്പുറം 16 സീറ്റും UDF വിജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ ഉണ്ടായിരുന്നു. ഒരു ഒറ്റ സീറ്റ് പോലും LDFന് കിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. പ്രത്യേകിച്ചും പൊന്നാനിയും താവന്നൂരുമായിരുന്നു അവർക്ക് പ്രധാനമായിട്ട് വിജയിക്കുമെന്ന് കണക്കൂട്ടിയിരുന്ന LDF. അവിടെയും ദയനീയമായിട്ടുള്ള പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ജോയ് തവന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. പിന്നെ മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ നേരെ എല്ലാ സീറ്റും വിജയിക്കും എന്ന് പറഞ്ഞത് നമ്മളെ എറണാകുളത്താണ്. എറണാകുളത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, VD സതീശൻ കുഞ്ഞാലിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് എന്താണ്, എറണാകുളവും മലപ്പുറവും ഫുൾ സീറ്റ് നമ്മൾ നേടിയിരിക്കും. VD സതീശൻ്റെ എറണാകുളവും അതേപോലെ കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറവും ഒറ്റക്കെട്ടായിരിക്കും. 30 സീറ്റ് 30 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 16ഉം 14ഉം 30 സീറ്റും നേടിക്കൊണ്ട് VD സതീശൻ പറഞ്ഞ വാക്ക് അന്വർത്ഥമായിരിക്കുകയാണ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്കാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിൽ ഒരാൾക്കും കിട്ടാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷം 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മലപ്പുറത്ത് നിന്ന് അദ്ദേഹം നേടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം സമന്വയത്തിൻ്റെ പാതയിൽ കൂടെ പോകുന്ന മുസ്ലിം ലീഗ് നേതാവാണ്. മതേതരത്തിൻ്റെ പാതയാണ് അദ്ദേഹത്തിന് എന്നും ഏറ്റവും തെളിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് 51 വീടുകൾ മുണ്ടക്കൈ ദുരന്തത്തിൽ കൊടുത്തപ്പോൾ, മുസ്ലിം ലീഗ് കൊടുത്തപ്പോൾ, ആ 51 പേരുടെ വീടുകളിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. വീട് കയറി അവർക്കൊരു വിഷമവും ഉണ്ടാവരുത് എന്ന് പറയുന്നൊരു വാചകം അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ നമ്മൾ ശരിക്കും ഒരു രാഷ്ട്രീയ നേതാക്കൻ, പക്വതയുള്ള നേതാവ്, UDFിലെ ഏറ്റവും പക്വതയുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള, ആരോട് അത് ഏറ്റുമുട്ടാൻ പോവാതെ മുന്നോട്ട് പോകുന്ന, മലപ്പുറം ജില്ലയെ ഇത്രയധികം സമത്വ സുന്ദരമായി കൊണ്ടുനടക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്കുള്ള പങ്ക് നിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആരോപണങ്ങളിൽ പെട്ട് ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ആൾ. പക്ഷേ അദ്ദേഹത്തിന് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന കേസിൽ പോലും, റിയാഫ് തട്ടിക്കൊണ്ടുപോകാൻ വന്ന കേസിൽ പോലും അദ്ദേഹം എന്നോട് വന്ന് മാപ്പ് പറഞ്ഞ, മര്യാദ കാണിച്ച നേതാവാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആ ഒരു പക്വത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ടാവേണ്ടതാണ്. എടുത്തുചാട്ടമില്ലാതെ പക്വതയോടെ കാര്യങ്ങൾ നേടാനുള്ള തന്ത്രശാലിയായ നേതാവാണ് അദ്ദേഹമെന്ന് മലപ്പുറം ജയത്തോടെ തെളിയിച്ചു. മലപ്പുറത്തെ ജയമെന്ന് പറഞ്ഞാൽ എന്ത് ജയമാണ്! 63,000, 67,000 തുടങ്ങി 54,000. അതായത് ആര്യാടെ ഷൗക്കത്ത് ജയിച്ചത് 54,000 വോട്ടിനാണ്. അപ്പം മലപ്പുറം ജില്ല നമ്മൾ കണക്ക് കൂട്ടിയതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. നമ്മുടെ വെള്ളാപ്പള്ളിയോടാണ് എന്തായാലും കുഞ്ഞാലിക്കുട്ടി നന്ദി പറയേണ്ടത്. വെള്ളാപ്പള്ളി വന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന ഇറക്കിയതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് UDFിലേക്ക് പോയത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് എടുത്ത ശബരിമല ഇഷ്യൂവിൽ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്ന നിലപാട് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി UDFിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത ജില്ല മൊത്തം ഞാൻ പറഞ്ഞ സീറ്റുള്ള ജില്ല പറയുന്നത് എറണാകുളമാണ്. എറണാകുളം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 14 സീറ്റും വൻ വിജയത്തോടു കൂടിയിട്ടാണ്, വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. ചെറിയ വിജയമല്ല, വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. 14 സീറ്റിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 50,000-ൽ മേലെ വോട്ടിന് വിജയിച്ചു സീറ്റ് കൂടി തൃക്കാക്കരുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകമായി 15 പേരെ വിജയിപ്പിക്കേണ്ട ആളുകളിൽ 1ാം സ്ഥാനത്ത് കൊടുത്തിരുന്ന ഉമാ തോമസ് ആയിരുന്നു. അവരെ തൃക്കാക്കരയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വിജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ മുഹമ്മദ് ഷിയാസിൻ്റെ വിജയമാണ് മിന്നുന്ന വിജയം എന്ന് പറയുന്നത്. അത് മാക്സിയോട് മത്സരിച്ച് അവിടെ ജയിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അത്രയും അടിത്തട്ട് വരെയുള്ള ഒരു പ്രവർത്തന രീതി അവർക്കുണ്ടായിരുന്നു. അതിനൊക്കെല്ലാം അട്ടിമറിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ അടുത്തോടെ മുഹമ്മദ് ഷിയാസ് തന്നെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 14 ജില്ല നിയമസഭാ മണ്ഡലങ്ങളിലും വൻ വിജയം നേടുമെന്ന് ക്രൈം നേരത്തെ പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ്.
ഇതേപോലെ തന്നെയാണ് നമ്മുടെ കോട്ടയത്ത് 9 സീറ്റും വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ക്രൈമാണ്. വൈക്കവും കാഞ്ഞിരപ്പള്ളിയുമായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നിലുണ്ടായ ആ 9 സീറ്റും വിജയിക്കുമെന്ന് പ്രത്യേകിച്ച് നാട്ടകം സുരേഷ് ഇൻ്റർവ്യൂവിലും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനായിട്ടുള്ള ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനോട് ചോദിച്ച ചോദ്യം 50,000-ൽ മേലെ വോട്ട് ഇത്തവണ കിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നിർബന്ധമായിട്ടുണ്ടാകാം, എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകാം എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ക്രൈം അവിടെ പോയി പഠിച്ച കാര്യങ്ങളിൽ നിന്ന് 50,000-ൽ മേലെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞത് 100% വിജയിച്ചിരിക്കുകയാണ്. അത് വൻ വിജയം തന്നെയാണ്. കാരണം ചാണ്ടിയമ്മൻ വലിയ ഇലക്ഷൻ പ്രചരണം നടത്താതെ, പബ്ലിസിറ്റി കൊടുക്കാതെ, ഒരു സൈക്കിളിൽ എല്ലാവരെയും നേരിട്ട് കണ്ട് പോയി പ്രചരണം നടത്തി വിജയിച്ച ഒരു നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ എത്രമാത്രം ജനങ്ങൾക്ക് അവിടെ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി വേറൊരു ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് ഒരു സീറ്റ് പോയത്. കോന്നിയിൽ മാത്രമാണ് ഒരു സീറ്റ്. അവിടെ 5-5 സീറ്റ് ജയിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഒരു സീറ്റ് ചുരുങ്ങിയ വോട്ടിന് UDF പരാജയപ്പെടുകയുണ്ടായി. അതോടൊപ്പം ഇടുക്കി ജില്ല 5-5 സീറ്റും നേടി എന്നുള്ളതാണ് പ്രധാനം. 5-5 സീറ്റും നേടി ഇടുക്കി ജില്ല മൊത്തത്തിൽ 5 സീറ്റും കൂടി. അപ്പം മൊത്തം 65 സീറ്റിൽ 2 സീറ്റുകൾ മാത്രമാണ് നഷ്ടമായത്. ഒന്ന് കോന്നിയിലെ സീറ്റ്, അതേപോലെ ബേപ്പൂരിലെ സീറ്റ്. ഈ 2 സീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ 7 ജില്ലകളിൽ 63 സീറ്റുകൾ നേടിക്കൊണ്ട് 65-ൽ 63 സീറ്റുകൾ നേടിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ 7 ജില്ലകളാണ് കൃത്യമായി പറഞ്ഞാൽ UDFന് അടിത്തറ പാകിയത്. കൃത്യമായി പറഞ്ഞാൽ ഈ 63 സീറ്റിനോട് പിന്നെ അവർക്ക് 8 സീറ്റ് മാത്രമേ ആവശ്യമുണ്ട്. അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുകയുണ്ടായി. കൊല്ലത്ത് തന്നെ അവർക്കുണ്ട്. കൊല്ലം ഇതേപോലെ അട്ടിമറി നടന്ന ജില്ലയാണ്. 8 ജില്ലകൾ കൊണ്ട് തന്നെ എന്ത് കിട്ടി? UDFന് ഭൂരിപക്ഷം കിട്ടി. നേരത്തെ VD സതീശൻ പറഞ്ഞ എന്താണ്, കാസർഗോഡ് തുടങ്ങി എറണാകുളം കഴിയുമ്പോഴത്തേക്ക് UDFന് ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. അത് സത്യമായിരുന്നു. കാരണം പാലക്കാട് 5-ഉം തൃശ്ശൂരിൽ 4-ഉം അതേപോലെ ഇവിടെ ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് നിന്ന് 8 സീറ്റും കിട്ടിയോടുകൂടി തന്നെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞ് 71 സീറ്റ് കിട്ടിയിരുന്നു. അത് കാസർഗോഡ് തുടങ്ങി എറണാകുളം എത്തുമ്പോഴേക്ക് 71 സീറ്റ് കിട്ടി. അവിടെ നിന്ന് അങ്ങോട്ട് പ്ലസ് സീറ്റാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്തായാലും ക്രൈം പറഞ്ഞ കൃത്യമായ വിശകലനം, ക്രൈം എന്താണോ പറഞ്ഞത് അത് 100% സത്യസന്ധമായ ഒരു ഇലക്ഷനാണ് എന്നുള്ളതാണ് സത്യം. അത് വെറുതെ പറയല്ല. ഓരോ സീറ്റിനെ കുറിച്ചിട്ടും കൃത്യമായി അടിവരയിട്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ക്രൈമിൻ്റെ ഒരു വിജയം തന്നെയാണ് എന്ന് പറയാം, പ്രേക്ഷകരുടെ വിജയം കൂടി. കാരണം എനിക്ക് എല്ലാ മേഖലകളിൽ പോയപ്പോൾ പ്രേക്ഷകർ ധാരാളം ആളുകൾ എന്നെ ബന്ധപ്പെട്ട് ഈ ഓരോ സീറ്റിനെ കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകിയിരുന്നു. അവർ തന്നെ പഠനങ്ങൾ നടത്തിയിരുന്നു. അവർ ചുരുങ്ങിയത് ഒരു 500 പേരെ, പല മേഖലയുള്ള 500 പേരെ കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് എന്നെ അറിയിച്ചത്. ഈ പറയുന്ന ഈ ജില്ലകളിൽ വൻ വിജയം നേടും എന്നുള്ള കാര്യം, 7 ജില്ലകളിൽ വൻ വിജയം നേടുമെന്ന് കൃത്യമായി അവരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ആണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. പ്രേക്ഷകർക്ക് അതിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം പുതിയ മന്ത്രിസഭയ്ക്ക്, പുതിയ UDF നേതൃത്വത്തിന്, UDFന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. കാരണം കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും അധികം പോരാട്ടം നടത്തിയിട്ടുള്ള ഈ പിണറായി വിജയനെതിരെ ഏറ്റവും അധികം പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ പേര് ഞാൻ 4 തവണ ജയിലിൽ പോകേണ്ടി വന്നു. എല്ലാം കള്ളക്കേസായിരുന്നു. അത് പിണറായി വിജയൻ്റെ അധികാര ധാർഷ്ട്യത്തിൻ്റെ കാര്യമായിരുന്നു ഈ കേസുകളെല്ലാം. അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. നന്ദി, നമസ്കാരം.